എത്തിയിടുമ്പോൾ എൻ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകും. വിശ്രമ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ എൻ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകും. വാഗ്ദത്ത ഗേഹമതിൽ എൻ വാസം സുസ്ഥിരമായിടുമേ. വാഗ്ദത്ത ഗേഹമതിൽ എൻ വാസം സുസ്ഥിരമായിടുമേ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. ഹല്ലേലൂയ രാജ്യത്തേ എന്നും നിത്യാനന്ദമേ. ഹല്ലേലൂയ രാജ്യത്തേ എന്നും നിത്യാനന്ദമേ. ദ്രവത്വമായത് നീങ്ങിപ്പോകും, അമർത്യമായത് നാം ധരിക്കും. ദ്രവത്വമായത് നീങ്ങിപ്പോകും, അമർത്യമായത് നാം ധരിക്കും. മൺശരീരം മാറി വിൻശരീരം പൂകി നിത്യതയിൽ നാമും ചേരും. മൺശരീരം മാറി വിൻശരീരം പൂകി നിത്യതയിൽ നാമും എത്തിച്ചേരും. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. ഹല്ലേലൂയ രാജ്യത്തേ എന്നും നിത്യാനന്ദമേ. ഹല്ലേലൂയ രാജ്യത്തേ എന്നും നിത്യാനന്ദമേ. എല്ലാം നാം വിട്ടുപോകും, ഈ ദേഹമെല്ലാം ക്ഷയിച്ചു പോകും. ഈ ഗേഹം എല്ലാം നാം വിട്ടുപോകും, ഈ ദേഹം എല്ലാം ക്ഷയിച്ചു പോകും. സ്വർഗീയ പാർപ്പിടമുയരത്തിൽ ഞാൻ കാണുന്നു വിശ്വാസ കണ്ണുകളാലേ. സ്വർഗീയ പാർപ്പിടം ഉയരത്തിൽ ഞാൻ കാണുന്നു വിശ്വാസ കണ്ണുകളാലേ. എത്ര സമ്മോദം എത്ര സന്തോഷം എന്നോട്
ഈശോയന്റെ മാലൊഴി പാൻസകെ ചോബെഹു പീഡകൾ സങ്കടം നിർബന്ധ പാടുകൾ നീചമേണവോ നിന്മഹാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ കൺമണി പോലെ കാക്കുന്നു ആകാശവും യേശുവേ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ. സുവിശേഷം 25-ാം വാക്യം മുതൽ. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു. യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്തു വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവൻ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ചു, യജമാനൻ്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനാപൂർവം തുടർന്നുള്ള ശുശ്രൂഷകളിൽ പങ്കാളികളാകാം.
കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, കടന്നു വന്നുകൊണ്ടിരിക്കുന്നവരെ, ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അടിയങ്ങളെയും തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. അതാ അവിടുത്തെ കൃപയും സാന്നിധ്യവും കൊണ്ട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും നല്ല അനുഗ്രഹപ്രദമായ ഒരു യാത്രയപ്പ് പ്രിയപിതാവിന് നൽകുവാൻ ഞങ്ങൾ ശക്തീകരിക്കണം, ബലപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവൻ, എന്നിലും വിശ്വസിക്കുവൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടെ നിന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെടണം. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. എടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. നിത്യപ്രത്യാശയുടെ ഉറവിടമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച നിന്റെ പ്രേമത്തിന്റെ ക്രിസ്തുവിനെ പ്രദർശിപ്പിച്ചിരിക്കുന്ന നിന്റെ അതിശയകരമായ സ്നേഹത്തെ കുറിച്ചുള്ള ആഴമേറിയപ്പോൾ ഞങ്ങൾക്ക് നൽകണമേ. അവന്റെ മഹത്വമുള്ള പുനരുത്ഥാനത്താൽ സമ്പാദിതമായ ഭാഗ്യകരമായ പ്രത്യാശനങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. സകലം നന്നായി ചെയ്യുന്ന നിന്റെ ജ്ഞാനത്തിലും സ്നേഹത്തിലും ഉള്ള വിശ്വാസത്താൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകുവാൻ നീയാകുന്നു. ഞങ്ങൾ നിന്നവയെ എടുക്കുന്നവനും നീയാകുന്നു. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന്. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. രാജ്യം വരണമേ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ലഭിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. ആശീർവാദം. കർത്താവ് ജീവനോടിരിക്കുന്നവർക്ക് തന്റെ കൃപയും, നമ്മെ വിട്ട് കടന്നുപോയ വിശ്വാസികൾക്ക് സ്വസ്ഥതയും, സഭയ്ക്കും ലോകത്തിനും സകല മനുഷ്യർക്കും സമാധാനവും ഐക്യവും നമുക്ക് തന്നെ സകലദാസർക്കും നിത്യജീവനും നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി കുടുംബാംഗങ്ങൾക്ക് അന്ത്യചുംബനം നൽകാനുള്ള അവസരമാണ്. ദേവാലയത്തിലേക്ക് പോകാനുള്ള ക്രമീകരണം ആംബുലൻസ് ക്രമീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ദേവാലയ മുറ്റത്തേക്ക് എല്ലാ വാഹനങ്ങളും കയറി വരാൻ അസൗകര്യമുണ്ട്. റോഡ് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് അതുകൊണ്ട് വരുന്ന വാഹനങ്ങൾ റൂട്ടിലൊക്കെ ആയിട്ട് പാർക്ക് ചെയ്യണം. മുകളിലേക്ക്
ദേവാലയത്തിലേക്ക് പോകാനുള്ളവരെ ഇങ്ങോട്ട് മാറിയാട്ടെ. ദേവാലയത്തിലേക്ക് പോകാനുള്ളവർ മുൻപോട്ട് നീങ്ങിയാൽ മാത്രമേ ഇവിടുത്തെ ക്രമീകരണങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. നമ്മളെല്ലാവരും സഹകരിച്ചാട്ടെ. Not
അവനെ കൊണ്ടുപോയി വിളിച്ചോ കഴിക്കാം അവനെ കൊണ്ടുപോയി വഴിയില്ല
എല്ലാവർക്കും ഇരിക്കാം. അതിനുള്ള അവസരമുണ്ട്. അതിനുള്ള പേരുകൾ തരണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. പ്രാരംഭ ശുശ്രൂഷകൾക്കായി നമുക്ക് എഴുന്നേൽക്കാം. കർത്താവ് പറയുന്നു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവിതമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിതത്തിൽ നിന്ന് വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കില്ല. ഞാൻ ദൈവത്തെ കാണും, ഞാൻ തന്നെ അവനെ കാണും. ലോകത്തിലേക്ക് നാമൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പൂർണ്ണതയും പ്രാപിക്കുന്നു. മനുഷ്യർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഭാവാണ്ടല്ലോ മരിക്കുകയും മരിക്കുകയും ചെയ്തു ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, എല്ലാ ദുഃഖിതരെയും ആശ്വസിപ്പിക്കുന്നതിനായിട്ട്
നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്റെ വാഴ്ത്തപ്പെട്ട പുത്രനായ യേശു മിശിഹായുടെ മേൽ പകർന്നു. പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ നിന്റെ സ്നേഹകരങ്ങളിൽ ബലമേൽപ്പിക്കുന്നു. ശുഭകാന്ത കൂട്ടായ്മയുടെയും നിരന്തരമായ ദൈവസാന്നിധ്യത്തിന്റെയും ആശ്വാസങ്ങൾ അവർക്ക് നീ നൽകണമേ. തന്റെ മഹത്വമുള്ള പുനരുത്ഥാനത്താൽ പ്രത്യാശയും സന്തോഷവും സമാധാനവും അവർക്കും ദാനം ചെയ്ത ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുകിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചിരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തണുത്തു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. മുടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം മനോഹരിയായി തേജസ്സിന്റെ നിത്യകരം ഞങ്ങൾ കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയില്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലം, കാണാത്തത് നിത്യം. ഉദാരമായ ഞങ്ങളുടെ പ്രബോധനം അഴിഞ്ഞുപോയാൽ കൈപ്പണി അല്ലാത്ത നിത്യകരണമായി ദൈവത്തിന്റെ ധനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. തിരുവനന്തപുരായ വൈദികരെ, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, നല്ലവരായ ഇടഭാഗങ്ങളെ, സുഹൃത്തുക്കളെ, തോമസിന്റെ മരണം നമുക്കറിയാം ഒരു തീരാ നഷ്ടമാണ്. CSI സഭയെ സംബന്ധിച്ചോളം ഈ ഇടവകയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്ന ഒരു വ്യക്തിത്വമാണ് തോമസ്. എന്നെ സംബന്ധിച്ച് വലിയ ആത്മബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. നമുക്കറിയാം, ലൈൻമാനായി പ്രവർത്തനം തുടങ്ങി. ഞാൻ ഏത് കാര്യം ഏത് സമയത്ത് വിളിച്ചു പറഞ്ഞാലും അദ്ദേഹം ആ ജോലി ചെയ്യുന്നതിൽ വളരെ സന്നദ്ധനായിരുന്നു. മറ്റാര് പറഞ്ഞാലും കേട്ടില്ലെങ്കിൽ ഞാൻ തോമസ് അതൊന്ന് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നു. അതുപോലെ സഭയുടെ കാര്യങ്ങൾ നോക്കുന്നതിനുമൊക്കെ ഞാൻ ഓർക്കുന്നു, ഇവിടെ ആ കോൺക്രീറ്റ് റോഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കമൊക്കെ ഉണ്ടായപ്പോൾ അതിന്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പീഡബ്ല്യൂഡി ഓഫീസിൽ എന്നോടൊപ്പം വരുന്നതിനും പോകുന്നതിനും ആ പ്രശ്നം പരിഹരിക്കുന്നതിനും ഒക്കെ മുൻപന്തിയിലുള്ള തോമസ് സ്വാഭാവികമായും നമുക്കൊരു തീരാ നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയോട് പ്രാർത്ഥിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദുഃഖാതരായ കുടുംബാംഗങ്ങൾക്ക് അവർക്കെല്ലാം അവരുടെ സംഘത്തിൽ പങ്കുചേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വന്നിട്ടുള്ള മിത്രാദികളെ, ചർച്ചക്കാര്, സഭാംഗങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇത് ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് നാം യാതൊന്നും കൊണ്ടുപോവുകയുമില്ല. യഹോവ തന്റെ യഹോവയെ എടുത്ത് യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ കുടുംബാംഗങ്ങളായിരിക്കുന്ന പ്രിയ സഹോദരി, സഹോദരന്റെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് 3 പ്രാവശ്യം വിട്ടു വരുവാനും പ്രാർത്ഥിക്കാനും ദൈവം ഞങ്ങൾക്ക് കുടുംബമായിട്ട് അവസരം നൽകി. അപ്പോഴൊക്കെ പ്രത്യാശയുടെ കാര്യങ്ങൾ പറയുകയും അത് കേൾക്കുകയും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഞാൻ രാത്രിയിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ അറിയുന്നത്. അറിയുമ്പോൾ ഞങ്ങൾ തൊടുപുഴയായിരുന്നു. എന്നാലും പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോകാനായിട്ടിടയായി. ഞങ്ങളുടെ മീറ്റിംഗ് ഒക്കെ നേരിടാൻ നടക്കുകയാണ്. അതെല്ലാം മാറ്റിവെച്ചിട്ട് പ്രിയപ്പെട്ട സഹോദരന്റെ വേർപാടിൽ ഇതുവരായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ചേർന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ദുഃഖത്തിലായിരിക്കുന്ന സഹോദരിക്കും മക്കൾക്കും ബന്ധുമിത്രാദികളായിരിക്കുന്ന എല്ലാവർക്കും അറിയുമായി നൽകട്ടെ. സഹോദരന്റെ ആത്മാവ് നിത്യശാന്തി നേടുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ അനുശോചനവും അറിയിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. സമയം യുവജന പ്രസ്ഥാനത്തിന്റെയും മറ്റ് സംഘടനകളുടെയും പേരിൽ അനുശോചനം അറിയിക്കുവാനായിട്ടാണ് ഞാനിവിടെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്.
പ്രിയ തങ്കച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സഭയുടെ പൊളിമാന്മര കുടുംബാംഗങ്ങളിൽ നിന്നൊരാൾ വേർപെട്ടു പോവുക എന്ന് പറയുന്നത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു നഷ്ടം നമുക്ക് ഒരിക്കലും നികത്തുവാനായിട്ട് സാധിക്കില്ല. പ്രിയ തങ്കച്ചനുമായിട്ട് എനിക്ക് രണ്ട് തരത്തിലുള്ള ബന്ധങ്ങൾ, സഭാജനം എന്ന രീതിയിലും അതുപോലെ തന്നെ വ്യക്തിപരമായുള്ള ബന്ധങ്ങളും ഞങ്ങൾക്കുണ്ട്. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ മമ്മിയുടെ മെച്ചാൻ പ്രദേശങ്ങളിൽ നിന്ന് കുടിയേറി പാർത്ത ഒരുപോലെ മമ്മി എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് കടന്നു വന്നാണ് ഈ ഹൈറേഞ്ചിലേക്ക്. അങ്ങനെ ഒന്നിച്ച് കടന്നു വരികയും മമ്മി പലപ്പോഴും ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ ഭവനത്തിൽ പണിക്ക് പോവുകയും അതുപോലെ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും അന്നൊക്കെ ഒരുപാട് ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാലം കുടുംബത്തെ അതുപോലെ കുടുംബാംഗങ്ങളെ ആശ്രയിച്ച് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒട്ടും മറക്കാനാവാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ഞങ്ങളുടെ ചെറുപ്പത്തിൽ തീരെ ചെറുതായിരുന്നു. ഞങ്ങളൊക്കെ അന്ന് ഒരു 5-ലോ 6-ലൊക്കെ പഠിക്കുന്ന സമയത്താണ് തങ്കച്ചൻ്റെ വിവാഹമൊക്കെ നടക്കുന്നത്. ഞങ്ങളൊക്കെ ആ ഒരു സമയത്ത് അത്രയും വലിയൊരു വിവാഹമൊന്നും ഞങ്ങളതൊന്ന് കൂടിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഞങ്ങളുടെ ഓർമ്മകളിൽ ഇങ്ങനെ തങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മോൻസിനുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാനതൊക്കെ പറയുകയായിരുന്നു. പിന്നീട് ആ സമയത്ത് തന്നെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്, യുവജന സംഘടനകളിലൊക്കെ വളരെ സജീവം പ്രസ്ഥാനം സ്ത്രീജന സെക്രട്ടറി പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുണ്ടാകും. അതുപോലെ സഭാ ശുശ്രൂഷകർ, അതുപോലെ കന്യാകൾ, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, പിന്നെ സഭാമക്കൾ, കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ, ഈ സമയത്ത് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഇത് തന്നെ ഈ സഭയ്ക്ക് നല്ലൊരു കൈത്താങ്ങലും ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടുമായിരുന്നു DC തോമസ് എന്ന ഈ പ്രിയ പിതാവിന് മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹോദരനും കൂടിയായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടതായ എല്ലാ കൈത്താങ്ങലുകളും ഈ സഭയ്ക്ക് തന്നിട്ടുണ്ട്. അതുപോലെ മുൻ വർഷങ്ങളിൽ സഭയുടെ കണക്കുകൾ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ചുമതലപ്പെടുത്തിയതായ സമയത്തൊക്കെ നിസ്സാരമായ ഒരു 6 രൂപയുടെ വ്യത്യാസം വരെയും വളരെ കൃത്യമായി കണ്ടുപിടിക്കുകയും അത് ഓഡിറ്റിങ്ങിൽ അവതരിപ്പിക്കുകയൊക്കെയും ചെയ്ത് അത്ര കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ താല്പര്യത്തോടെ സഭയുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന പ്രിയ പിതാവാണ് തങ്കച്ചനെന്ന്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ മരിച്ചവർ ഒരിക്കലും മരിക്കുന്നവർ ജീവിക്കുന്നവരാണ് നമ്മെ വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ നിശ്ചിത പ്രാപിച്ചതായ ഈ പ്രിയ പിതാവ് ഒരിക്കലും നമ്മളിൽ നിന്നും ഭൗതിക ശരീരം വേർപെട്ടു പോയെങ്കിൽ തന്നെയും ആത്മീക കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികളെ, വിശ്വാസ സമൂഹമേ, വന്ധ്യരായ വൈദിക ശ്രേഷ്ഠരെ, സഭാ ശുശ്രൂഷകരെ, ആത്മായ നേതൃത്വമേ,
പ്രിയപ്പെട്ട ഇ.സി. തോമസ് അവറുകൾ, പ്രിയപ്പെട്ട തങ്കൻ ചേട്ടൻ, ഈ നാടിനും ഈ ഇടവകയ്ക്കും ഏറെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ KSAB ഓഫീസിൽ ചെന്നപ്പോൾ ഞാൻ എയെ കാണാൻ വേണ്ടി അവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ചെന്നതാണ്. അപ്പോൾ അദ്ദേഹവും പ്രിയപ്പെട്ട തങ്കഞ്ചേട്ടനെ കുറിച്ച് പറയുകയുണ്ടായി. ഈ ഒരു കാലഘട്ടം ഉപ്പതോട് ഹോളി ഇമ്മാനുവൽ CSI ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ്. 62-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പുതിയ ദേവാലയം പണിയുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുള്ള ആലോചനകളുമായി പ്രിയപ്പെട്ട തങ്കഞ്ചേട്ടൻ്റെ അടുക്കൽ ഞങ്ങൾ ചെന്നപ്പോൾ വളരെ പോസിറ്റീവായ പ്രതികരണവും ഒരു നല്ല ദേവാലയം നമുക്ക് ആവശ്യമാണ്. കാരണം ഈ കുടിയേറ്റ കാലഘട്ടത്തിൽ പണിതതാണ് ഈ ഒരു ദേവാലയം. സമീപത്തുള്ള ഇതര വിശ്വാസ സമൂഹത്തിൻ്റെ ദേവാലയങ്ങളൊക്കെ മനോഹരമായി തീർന്നു. മാത്രമല്ല നമ്മളുടെ മഹാടവിൽ തന്നെ ഇതിനു ശേഷം വന്ന പല ദേവാലയങ്ങളും പണിത് മനോഹരമാക്കി. എന്നാൽ നമ്മളുടെ ദേവാലയം, ഈ ദേവാലയം ഏറെ മനോഹരമാക്കണം എന്നുള്ള വളരെ താല്പര്യവും അതിനു വേണ്ട ആലോചനകളും പ്രിയപ്പെട്ട തങ്കഞ്ചേട്ടൻ ഞങ്ങളുമായി പങ്കുവയ്ക്കുകയുണ്ടായി. പ്രിയ തങ്കഞ്ചേട്ടൻ്റെ അല്ലെങ്കിൽ തങ്കൻ സാറിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുഞ്ഞമ്മ ചേച്ചി, പ്രിയ മക്കൾ, കുടുംബാംഗങ്ങളെ, പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വന്ദനം. 60 വർഷക്കാലം പ്രിയ സഹോദരന് ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം അവസരം നൽകി. ഞങ്ങളിവിടെ കടന്നു വരുവാനുള്ള ഒരു മുഖ്യ കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ കുടുംബാംഗങ്ങളാണ് ഇവർ. പ്രിയ കുഞ്ഞമ്മ സഹോദരി അല്ലെ കുഞ്ഞമ്മ ചേച്ചി കണ്ടത്തൻകരയിലെ കുടുംബമാണ്, കുടുംബത്തിൽപ്പെട്ട അംഗമാണ്. എൻ്റെ പിതാവും ഈ ചേച്ചിയുടെ മാതാവും മറ്റൊരു എൻ്റെ പിതാവിൻ്റെ സഹോദരിയുണ്ട്. അങ്ങനെ 3 പേരായി. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തക്കാരെക്കുറിച്ചും ബന്ധക്കാരെക്കുറിച്ചും പ്രിയപ്പെട്ടവരെക്കുറിച്ചും അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ്. ഫോൺ പോലും വിളിക്കാത്ത ഒരു കാലത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാമെന്ന് കരുതുകയാണ് ചെയ്യുന്നത്. അവർ താമസിച്ചുകൊണ്ടിരുന്നത് കീരിത്തോടാണ്. അല്ലെങ്കിൽ അത് എൻ്റെ പിതാവിൻ്റെ സഹോദരി എന്ന് പറയുമ്പോൾ എൻ്റെ 2 പേരമ്മമാരാണ്. മൂത്ത പേരമ്മയുടെ ഇളയ മകളാണ് കുഞ്ഞമ്മ ചേച്ചി. രണ്ടാമത്തെ പേരമ്മയുടെ ഇളയ മകൾ ഏലിയമ്മ ചേച്ചി മേലാവിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ഇന്നിവിടെ കടന്നു വന്നു. എനിക്കും കുടുംബമായിട്ട് ഇവിടെ വരുവാനിടയായി തീർന്നു. എൻ്റെ സഹോദരൻ പാസ്റ്റർ സാംകുട്ടി അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇവിടെ കടന്നു വരികയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും കണ്ടത്തൻകരയിൽ കുടുംബാംഗങ്ങളും പുത്തമ്പറമ്പിലെ കുടുംബാംഗങ്ങളും ഞങ്ങളുടെ വീട്ടുപേര് ദൈവത്തിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദീർഘമായ ഒരു പ്രസംഗം ഒന്നും നടത്തുവാൻ ഞാൻ ഉദ്യമിക്കുന്നില്ല. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം നമുക്കൊക്കെ സുപരിചിതമാണ്. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തന്നു എന്ന് പറയുമ്പോൾ ഒരു ഉടമസ്ഥന് മാത്രമേ തരാനായിട്ട് കഴിയൂ. എടുത്തു എന്ന് പറയുമ്പോൾ
അതിൻ്റെ അവകാശിക്ക് മാത്രമേ എടുക്കാനായിട്ട് സാധിക്കൂ. മനുഷ്യൻ്റെ സൃഷ്ടിതാവ് മനുഷ്യജീവിതത്തെ നിയന്ത്രിക്കുന്നത്, ആയുസ്സിൻ്റെ ഉടമസ്ഥൻ, ജീവൻ്റെ മരണത്തിൻ്റെയും ഉടമസ്ഥൻ സർവശക്തനായ ദൈവം. ആ ദൈവം നമ്മെ ഇറക്കി വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും ആ വിളി കേട്ട് മടങ്ങിപ്പോകേണ്ടവരാണ്. 90-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവൻ. ഈ ലോകത്തിൽ ചെറിയൊരു കാലഘട്ടം മാത്രം ജീവിക്കുവാൻ ആയുസ് തന്നിരിക്കുന്ന നമുക്ക് ഒരു മടങ്ങിപ്പോക്ക് ഉണ്ട്. ആ മടങ്ങിപ്പോക്കിന് പറയുന്ന പേരാണ് മരണം. വിശുദ്ധ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിദ്ര, ഉറക്കം എന്ന് പറയും. നിദ്ര അല്ലെങ്കിൽ ഉറക്കം എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായ കാര്യമാണ്. കാരണം ഒരു ദിവസത്തിൻ്റെ അധ്വാനത്തിന് ശേഷം രാത്രിയിൽ വിശ്രമിക്കുന്നു. ഒരു 30 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഈ പ്രിയ സഹോദരന് ദൈവം ആയുസ് നൽകി. ആ ജീവിതം ധന്യമായിരുന്നു എന്ന് ഇവിടെ പലരും സാക്ഷ്യപ്പെടുത്തിയത് ഞാൻ ശ്രദ്ധിച്ചു. നമുക്കൊരു ജീവിതമാണ് ദൈവം നൽകുന്നത്. ആ ജീവിതം ദൈവത്തിനും മനുഷ്യർക്കും കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ വിലപ്പെട്ട സാക്ഷ്യവും സംഭാവനയും നൽകി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. അതുകൊണ്ട് ഈ ധന്യമായ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ശാരീരിക വേർപാട് അഥവാ മരണം മനുഷ്യരായ നമ്മെല്ലാവരെയും സംബന്ധിച്ച് വേദനാജനകമാണ്, ആശ്വസിപ്പിക്കുന്നതിന് അപ്പുറമാണ്. അതുകൊണ്ട് ഈ ഭൗതികമായ വേർപാടിൽ ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ, മക്കളെ, പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പെരുമ്പാവൂർ ഓൾ സെയിൻറ്റ്സ് CSI ഇടവകയുടെ പേരിലുള്ള ആദരാഞ്ജലികളും അനുശോചനവും ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. അതിൻ്റെ സൂചകമായി ഒരു റീത്ത് സമർപ്പിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിൽ കഴിയുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും സർവശക്തനായ സകല ആശ്വാസത്തിൻ്റെയും ശാശ്വത സമാധാനത്തിൻ്റെയും ഉടമസ്ഥനായിരിക്കുന്ന ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ. ഒരു നിത്യത സകല മനുഷ്യർക്കുമുണ്ട്. ആ നിത്യതയിൽ ഈ പ്രിയ സഹോദരനെയും കാണാമെന്നുള്ള പ്രത്യാശയിൽ നമുക്ക് യാത്ര അയക്കാം. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ഇടയപരക്കൽ കുടുംബവുമായി ദൈവകൃപയാൽ വിവാഹ സംബന്ധമായ ഒരു ബന്ധവും ഒരു പരിധിവരെ ഒരുപാട് നല്ല മനുഷ്യരെ അടുത്തറിയാനുള്ള ഒരു വേദിയായി കൂടി ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തു. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1-2 കാര്യം പ്രിയപിതാവിനെക്കുറിച്ച്. നമ്മൾ സമയം എത്ര വൈകിയാൽ പോലും നമ്മൾ ഈ സഭകളിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷ ചടങ്ങ്, അതിൽ അനുശോചനങ്ങൾ അറിയിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നത്, എത്ര ക്ഷീണതയിൽ അവസ്ഥയിലാണെങ്കിൽ പോലും നമ്മൾ കണ്ടെത്തുന്നത് ഒരു വ്യക്തി സഭയോടും സമൂഹത്തോടും കുടുംബത്തോടും ഉള്ള ആ ഒരു ബന്ധത്തിൽ അവരുടെ ഒരായുഷ്കാലത്തെ അധ്വാനം, ഒരായുഷ്കാലത്തെ അവരുടെ ആലോചനകൾ, ഒരായുഷ്കാലത്തെ അവരുടെ സന്നദ്ധമായിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചിന്താഗതികളും അത് സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി നൽകിത്തന്ന അവർ കടന്നു പോകുമ്പം അവരോടുള്ള ആദരസൂചകമായി അവരുടെ കുടുംബാംഗങ്ങളുടെ മുമ്പിൽ വെച്ച് 1-2 വാക്കുകൾ, ചുരുങ്ങിയ വാക്കുകളിൽ പോലും സംസാരിക്കുക എന്നുള്ളത് ഏറ്റവും ഭാഗ്യമേറിയ ഒരു കാര്യം തന്നെയാണ്.
മരണം എല്ലാവർക്കും വിഷമമുള്ള കാര്യം തന്നെയാണ്. ഞാൻ ഭവനത്തിൽ വെച്ച് ആശ്വാസവചനങ്ങൾ പറഞ്ഞതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും കൂടുതൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും പ്രിയ പാപ്പൻ, എൻ്റെ പാപ്പനാണ്, അപ്പോൾ ഞാൻ പാപ്പൻ തന്നെ വിളിച്ചോട്ടെ. ഇടപ്പരയ്ക്കൽ വന്ന നാൾ മുതൽ അത്രയും ആത്മാർത്ഥമായി എന്നെ വിളിക്കുകയും എൻ്റെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഓടി വരികയും ഈ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിലേക്ക് ഇച്ചിരി ഇറങ്ങി വരാൻ ദുർഘടമായ സ്ഥലമാണ്, എന്നിട്ടും കൂടെ വീട്ടിലേക്ക് വരാനുള്ള ആഗ്രഹം കൊണ്ട് അതിരെ വന്ന് എന്നെ വിളിച്ച് അവിടെ വെച്ച് കണ്ടിട്ട് പോകുന്ന ആ ഒരു സ്നേഹം. അതുപോലെ ഒരു ദിവസം തന്നെ ഡെപ്യൂട്ടേഷൻ ഈ ഇടവകയുടെ പരിസര പ്രദേശത്ത് നമ്മുടെ കരിക്കന്മേട് ദേവാലയത്തിൽ എല്ലാ സഭകളും ഡെപ്യൂട്ടേഷൻ ഓരോരുത്തർ ചോദിച്ച് സൗകര്യം നോക്കി മേടിച്ചു. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എവിടേക്ക് വിട്ടാലും പോകും, സ്വന്തമായി വണ്ടിയോ വാഹനമോ ഒന്നുമില്ല, പക്ഷേ ദൈവം നടത്തിക്കൊള്ളും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എങ്ങനെ എത്തും എന്ന് ചോദിച്ചു. ഗീരത്തോട്ടിൽ നിന്ന് അവിടെ എത്തണം. ഗീരത്തോട്ടിൽ ഭാഗ്യവശാൽ കപ്പ്യാർ ശുശ്രൂഷയുമുണ്ട്, അതുകൊണ്ട് അവിടുത്തെ ബെല്ലടിച്ചിട്ട് ഇവിടെ എത്തണം. 1-ാം മണി 2-ാം മണി അടിക്കാൻ ആളെ ഏൽപ്പിച്ചു. അപ്പോൾ അവിടുത്തെ ശുശ്രൂഷകൾ തുറന്ന് പള്ളിയൊക്കെ തുറന്നിട്ടിട്ട് പോരുക. രാവിലെ രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ട് കിടന്നു, ദൈവമേ കരിക്കമേട് ദേവാലയത്തിൽ എനിക്കെത്തണം, അതിന് നീ എനിക്ക് വാഹനം കണ്ടെത്തി തരണം. രാവിലെ എഴുന്നേറ്റു ധൈര്യസമേതം. വീട്ടിലുള്ളവരൊക്കെ ചോദിച്ചു എങ്ങനെ എത്തും, പരമാവധി നേരത്തെ പോകും എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചു വിട്ടു. എന്നാൽ അവിടെ വരെ ബസ്സില്ലാത്ത വഴിയാണ്. വന്ന വഴിക്ക് ഞാൻ രാവിലെ ഒരുങ്ങി ദേവാലയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഫോൺ വന്നു. പാപ്പൻ്റെ ഫോണാണ് വന്നത്. പാപ്പൻ ഞാനങ്ങോട്ട് പോകുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നു, പക്ഷേ എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല. രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു കാറുമായിട്ട് ഞങ്ങൾ കരിമ്പനിൽ റെഡി. എന്നിട്ട് പാപ്പനന്ന് ഇവിടെ പെരുന്നാൾ നടക്കുന്ന ദിവസമാണ്. ഇവിടെ പെരുന്നാളിന് പോരാനായി പാപ്പനും ആൻറ്റിയും ായിരിക്കുന്ന ബഹുമാനമുള്ള വികാരി അച്ഛൻ, പെരുമ്പാവൂര് ഇടവകയുടെ വികാരിയായിരിക്കുന്ന എൻ്റെ ജ്യേഷ്ഠൻ എന്ന് പലപ്പോഴും ഞാൻ പറയുന്ന ബഹുമാനമുള്ള KS കറിയാച്ചൻ, കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരി അച്ഛൻ, ജോസാറ്, ഇവിടെ കടന്നു വന്നിട്ടുള്ള കൊച്ചമ്മമാർ, നന്ദി പറഞ്ഞ ബെൻസിൻ്റെ അവറുകൾ, എന്നോടൊപ്പം CS ഈശ്വരൻ്റെ മഹാടവയുടെ സോഷ്യൽ ബോർഡ് സെക്രട്ടറി കുടുംബസമേതം വന്നിട്ടുണ്ട്. ഞാൻ 84 വരെയുള്ള കാലയളവിൽ എത്ര കൃത്യമായി അദ്ദേഹം എൻ്റെ അടുത്ത് ഇടപെട്ടു, സഭയുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെട്ടു. ഒരു കപ്പ്യാരായി അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. അദ്ദേഹത്തിൻ്റെ നിർമ്മലമാകുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായി ദൈവം അദ്ദേഹത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഓഫീസറായിട്ട് അദ്ദേഹത്തെ ദൈവം തിരഞ്ഞെടുത്തു. അന്ന് അദ്ദേഹത്തിൻ്റെ ബ്രദറ്, ഞാൻ ബേബി മാസ്റ്റർ എന്ന് വിളിക്കുന്ന അദ്ദേഹം അന്നത്തെ എൻ്റെ കൈക്കാരനാണ്. മറ്റ് കൈക്കാരന്മാരൊക്കെ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ ഓർക്കുന്നു. പല ആളുകളും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളെ എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വളരെ ചുരുക്കമായി പറയാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവമക്കളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തെ വിശ്വസിപ്പേൻ, എന്നിലും വിശ്വസിപ്പേൻ. എന്നിട്ട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. പെട്ടപ്പോൾ പ്രിയമുള്ള എൻ്റെ അനുജൻ തങ്കച്ചൻ ആ സ്ഥലത്തേക്ക് കടന്നു. എൻ്റെ MSS സൂസൻ കൊച്ചമ്മയുടെ ബ്രദർ തങ്കച്ചൻ ആ ഭവനത്തിലേക്ക് കടന്നുപോയി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ.
തിരുവിഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഒന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, അടിയനെ ന്യായ വിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ. തന്റെ ഭക്തന്മാരുടെ മരണം നീതിമാന്മാർ എന്നേക്കും ജീവിക്കും. നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവത്തിന്റെ കയ്യിലാകുന്നു. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അജ്ഞാനിയായ ദൈവത്തിന് ബഹുമാനവും മഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നിങ്ങളെ അനുദിനം ധൈര്യപ്പെടുത്തി ജീവിതാവസാനം വരെ ക്രിസ്തുവിന്റെ വിശ്വസ്ത സാക്ഷികളായിരിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകുമാറാകട്ടെ. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇവിടെ നിന്ന് തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി പ്രിയ ദാസിൻ്റെ ഭൗതിക ശരീരം സിമറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ശാന്തമായി നമുക്ക് യാത്ര അയക്കാം. ആരെങ്കിലും കാണാനായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊരു പാട്ടിൻ്റെ ചരണം പാടുമ്പോൾ അതിനുള്ള അവസരമുണ്ട്.
പ്രിയദാസിന്റെ ഭൗതിക ശരീരം വിശ്രമിക്കുന്നതിനുള്ള ഈ ശവക്കല്ലറ ശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശവക്കല്ലറയിലെ വിശ്രമത്താൽ ശവക്കുഴിയെ തൻ്റെ ജനങ്ങൾക്ക് പ്രത്യാശയുടെ കിടക്കയായി ശുദ്ധീകരിച്ച കർത്താവായ യേശു ക്രിസ്തുവേ, പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന നിന്നിൽ അങ്ങയുടെ ദാസൻ സ്വസ്ഥത അനുഭവിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രകാരം ഈ ശവക്കുഴി ഈ ദാസന്റെ ശരീരത്തിനൊരു വിശ്രമ സ്ഥലമായി തീരുവാൻ കൃപയരുളണമെന്ന് ഞങ്ങൾ അങ്ങയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. ഇപ്പോൾ ഗായകസംഘം ചേർന്നൊരു പാട്ട് പാടുമ്പോൾ തല അല്പം കാത്ത് മുഖം മൂടി കെട്ടിയടച്ച് സ്വന്തമായി കുഴിയിലേക്ക് പ്രാർത്ഥനയോടുകൂടെ ഇറക്കി വീട്ടാവുന്നു. കുഴക്കണം. മരിച്ചുപോയ നമ്മുടെ ഈ പ്രിയദാസന്റെ ആത്മാവിനെ തൻ്റെ അടുക്കിലേക്ക് കൈക്കൊള്ളുവാൻ സർവശക്തിയുള്ള ദൈവത്തിന് തൻ്റെ മഹാകരുണ കൊണ്ട് ഇഷ്ടം തോന്നിയിരിക്കുകയാൽ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന അങ്ങയുടെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അങ്ങയുടെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹാ മൂലം നിത്യജീവങ്കിലേക്ക് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള നിശ്ചയവും ഉറപ്പുള്ള പ്രത്യാശയോടുകൂടെ നാം ഈ പ്രിയദാസന്റെ ശരീരത്തെ മണ്ണിന് മണ്ണായി, ചാരത്തിന് ചാരമായി, പൂഴിക്ക് പൂഴിയായി ഭൂമിക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക,
ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന അമൃതന്മാർ, അതേ അവർ തങ്ങളുടെ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു എന്ന് ആത്മാവ് പറയുന്നു. നമ്മുടെ വിശ്വാസം വിശ്വാസം ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ ഏകകർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ പിതാവിൽ ജനിപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിൽ ദൈവം, പ്രകാശത്തിൽ പ്രകാശം, സത്യദൈവത്തിൽ സത്യദൈവം, ജനിപ്പിക്കപ്പെട്ടുണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവൻ, അവനാൽ സർവ്വമുണ്ടായി. അവൻ മനുഷ്യരായി നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് സ്വർഗ്ഗത്തിൽ ഇറങ്ങി തീർന്നു. ക്രൂശിക്കപ്പെട്ടു, നടക്കപ്പെട്ടു, തിരുവഴുത്തിൻ പ്രകാരം 3-ാം ദിവസം എഴുന്നേറ്റു, സ്വർഗ്ഗത്തിലേക്ക് കയറി മനുഷ്യരെ വീണ്ടും വരും. രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ജീവിപ്പിക്കുന്നവനും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകരെ കൊണ്ട് പറയിച്ചതുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും വരുവാനുള്ള ജീവനും ഞാൻ കാത്തിരിക്കുന്നു. വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായുടെ ജ്ഞാന ശരീരത്തിൽ ഏകമായ സംസർഗത്തിലും കൂട്ടായ്മയിലും നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർത്തുവല്ലോ. നിന്നെയുമായി കൂടാതെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിട്ടുള്ള പറഞ്ഞു തീരാത്ത ആനന്ദങ്ങളിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾ സകല സുഹൃതവും ദൈവഭക്തിയുമുള്ള നടപ്പിൽ നിന്റെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധന്മാരെ അനുഗമിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം കൃപ അരുളണമേ. സകല മനുഷ്യരുടെയും പിതാവായ ദൈവമേ, സർവ്വലോകത്തിന്റെയും ആവശ്യങ്ങളെ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞു. ദാസന്റെ ജീവിതത്തെയും സേവനത്തെയും ശുശ്രൂഷകളെയും മക്കൾക്കും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും ദേശത്തിനും സഭയ്ക്കും ഒക്കെ ലഭിച്ച എൻ്റെ ദാസനിലൂടെ നൽകിയ എല്ലാ നന്മകളെയും സ്നേഹത്തെയും കരുതലിനെയും ഒരു പ്രാവശ്യം കൂടെ ഒരു നിമിഷം കൂടെ ഓർത്ത് സ്തോത്രം ചെയ്യാം. വേർപാടിൻ്റെ ദുഃഖത്തിൽ കഴിയുന്ന കുടുംബാംഗങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം കൂടെ നമ്മുടെ ഹൃദയത്തിൽ ശാന്തമായി പ്രാർത്ഥിക്കാം. നമ്മുടെയും ജീവിതയാത്രയ്ക്ക് വേണ്ടി ഇതുപോലൊരു സമയമുണ്ട് എന്ന് ഓർക്കുവാനും അതിനുവേണ്ടി ഒരുങ്ങുവാനും നമ്മെ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹമാകുന്ന ആശീർവാദം കൈക്കൊള്ളാം. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശുമിശിഹായുടെ സ്നേഹം നിങ്ങളെ അവങ്കിലേക്ക് ആകർഷിക്കുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശുമിശിഹായുടെ ശക്തി നിങ്ങളെ അവൻ്റെ ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശുമിശിഹായുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹവും ആശീർവാദവും പ്രിയദാസന്റെ വേർപാടിൽ ദുഃഖത്തിൽ കഴിയുന്ന കുടുംബാംഗങ്ങൾ എല്ലാവരോടുകൂടെയും ദാസന്റെ ആത്മാവോടുകൂടെ നിത്യതയിലും ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ കടന്നു പോകാം. ഇനി
മണ്ണിടാനുള്ളവർക്ക് പൂളിടാനുള്ളവർക്ക് തുടർന്ന് ഈ ശവക്കല്ലറ അടയ്ക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ മൂന്ന് മണിക്ക് ശ്രദ്ധിക്കുക, 3 മണിക്ക് ഭവനത്തിൽ വെച്ച്, എടപ്പുറ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. 3 മണിക്ക്. വന്നു നീ വന്നപ്പോൾ, എന്തു കൊണ്ടുപോകും നീ പോകുമ്പോൾ, മണ്ണിൽ നിന്നു പിറന്നവൻ നീ, മണ്ണിനോടു തന്നെ ചേരും. എന്തു കൊണ്ടുവന്നു നീ വന്നപ്പോൾ, എന്തു കൊണ്ടുപോകും നീ പോകുമ്പോൾ, മണ്ണിൽ നിന്നു പിറന്നവൻ നീ, മണ്ണിനോടു തന്നെ ചേരും. ഓട്ടാളനേക്കാൾ വേഗത്തിൽ ഓടുന്നതാം നിൻ ജീവിതം, ക്ഷണം തീർന്നു പോകും എന്നോർക്ക, ക്ഷണം തീർന്നു പോകും ഓർക്ക നീ. ഇന്നു കണ്ടു വാടുന്നതാ പൂവിനെ വേഗം വാടിപ്പോകും എന്നോർക്ക, വേഗം വാടിപ്പോകും ഓർക്ക നീ. എന്തു കൊണ്ടുവന്നു നീ വന്നപ്പോൾ, എന്തു കൊണ്ടുപോകും നീ പോകുമ്പോൾ, മാറിപ്പോകുമൊരാവി പോലെ മാറിപ്പോകും നിൻ ജീവനം, ഇന്നു രക്ഷകൻ കയ്യിലേൽപ്പിക്കാൻ, ഇന്നു രക്ഷകൻ കയ്യിലേൽപ്പിക്കാൻ. ചാഞ്ഞു പോകുന്ന നിഴൽ പോ
ചൂടിനാൽ കരിഞ്ഞിടുന്നതാ പുല്ലിനു സമമീ ജീവിതം. അത് ദൈവത്തിൻ ദാനമല്ലോ, അത് ദൈവത്തിൻ ദാനമല്ലോ.